ഹായ് എവ്രി വൺ. നമ്മൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന രീതിക്ക് ഫ്രീലാൻസ് ആയിട്ടുള്ള ജോബ്സ് എടുക്കുന്നത്, ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ മുകളിൽ എങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള 10 പ്ലാറ്റ്ഫോംസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള കോഴ്സസും ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസും ഉണ്ട്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഏതാണെന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ല് ഏത് പ്ലാറ്റ്ഫോംസിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. പെയ്ഡ് കോഴ്സസ് ഒക്കെ എടുക്കുമ്പോൾ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസും കൂടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സസിൻ്റെ ഒക്കെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഇതെല്ലാം നല്ല പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് സർവീസസ് ഓഫർ ചെയ്യാനാണെങ്കിലും ശരി, സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ ചെയ്യുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു കട്ടിങ് എഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോഴ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടും ഇരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതായത് ടെക്നോളജി, ആർട്സ്, ബിസിനസ് അല്ലെങ്കിൽ ഏത് ഫീൽഡിലും ആയിക്കോട്ടെ, അതിനനുസരിച്ചിട്ടുള്ള കോഴ്സസ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കുക. ആദ്യം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളതിന് നിങ്ങൾ വെർട്ട്ലെസ് ആയിട്ട് കാണരുത്. മേ ബി പെയ്ഡ് കോഴ്സസിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നത് ഒരുപക്ഷെ യൂട്യൂബിലുള്ള കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ യൂട്യൂബിലുള്ള കണ്ടന്റ് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സ്, പെയ്ഡ് ആയിട്ടുള്ളതായിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ ചിലതൊക്കെ ചില കാര്യങ്ങളിൽ മാത്രം, അതായത് ചില സ്കിൽസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യത്തെ വെബ്സൈറ്റാണ് കോഴ്സേറ. കോഴ്സേറ ഓൺലൈൻ കോഴ്സസ്, പല രീതിയിലുള്ള ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. പല ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ, വേൾഡിലുള്ള പല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്നോളജിയുടെ ബേസിസിൽ, പിന്നെ അതുപോലെ ബിസിനസ്സിൻ്റെ, ഡാറ്റ സയൻസിൻ്റെ, അങ്ങനെ പല ഫീൽഡുകളിലുള്ള കോഴ്സസും ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സ്കില്ലിൻ്റെ കോഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കോഴ്സസ് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഏത് വേണമെന്നുള്ളത് ഫൈനലൈസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗൈഡഡ് പ്രൊജക്ട്സ്, കോഴ്സസ്, സ്പെഷ്യലൈസേഷൻസ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രീസ്, മാസ്റ്റർ ട്രാക്ക് സർട്ടിഫിക്കറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്സ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള സെഷൻസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സസ് മാത്രം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പ്ലാറ്റ്ഫോമാണ് യുഡമി. യുഡമി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കോഴ്സസ് ഓഫർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിന് മുകളിലും വേണമെന്നുണ്ടെങ്കിൽ കോഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും സിമ്പിളാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മുകളിൽ പോലും നിങ്ങൾക്ക് യുഡമിയിൽ കോഴ്സസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിപ് ബാംസ് ഉണ്ടാക്കുന്നതിന് മുകളിലൊരു കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ റിവ്യൂസ് വായിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കരിക്കുലം നോക്കിയിട്ടൊക്കെ വേണം ജോയിൻ ചെയ്യാനായിട്ട്. എല്ലാ കോഴ്സസൊന്നും നന്നായിക്കൊള്ളുന്നില്ല. പേഴ്സണലി യുഡമിന്ന് ഞാൻ തന്നെ 2 കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്കത് വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. നല്ല റിവ്യൂസും നല്ല നമ്പർ ഓഫ് റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും നന്നായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ കരിക്കുലവും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. യുഡമിയിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിൻ്റെയും ഫോട്ടോഗ്രാഫീൻ്റെയും പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെയും അങ്ങനെ ഇതിൻ്റെയൊക്കെ ഏത് ടോപ്പിക്സിൻ്റെ മുകളിലുമുള്ള കോഴ്സസ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് എഡെക്സ് എന്ന് പറയുന്നത്. ഇത് കോഴ്സേറയുടെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എഡെക്സ് എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സസ്, യൂണിവേഴ്സിറ്റീസിൻ്റെ അറൗണ്ട് ദി വേൾഡുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ മുകളിൽ, എഞ്ചിനീയറിങ്ങിൻ്റെ മുകളിൽ, ലാംഗ്വേജിൻ്റെ, ഹ്യൂമാനിറ്റീസിൻ്റെ ഒക്കെ മുകളിലുള്ള കോഴ്സസ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതാണ്.
അടുത്തതാണ് ലിങ്ക്ഡിൻ ലേണിംഗ്. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറയുന്നത് വേരിയസ് പ്രൊഫഷണൽ സ്കില്ലിൻ്റെ മുകളിലുള്ള കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നിങ്ങൾക്ക് ലീഡർഷിപ്പിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനുള്ള സ്കിൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക്ഡിൻ ലേണിംഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം എസ്പെഷ്യലി യൂസ്ഫുൾ ആവുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പ്ലാറ്റ്ഫോമാണ് സ്കിൽ ഷെയർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. സ്കിൽ ഷെയർ ക്രിയേറ്റീവ് ഫീൽഡുകളുണ്ടല്ലോ, ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, റൈറ്റിംഗ്, ഇല്ലസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ഫീൽഡുകളിലുള്ള ക്ലാസ്സസ് ആണ് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ആവാം. ഇതിൻ്റെ കോഴ്സസും കാര്യങ്ങളും കാണണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. 7 day ട്രയൽ എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത വെബ്സൈറ്റാണ് അപ്ഗ്രാഡ് എന്ന് പറയുന്നത്. അപ്ഗ്രാഡ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഓൺടർപ്രണർഷിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസിലാണ്. ഈ ഒരു വെബ്സൈറ്റ് എസ്പെഷ്യലി ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഇൻസൈറ്റ് ഓഫർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കോഴ്സസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും ഇതിൻ്റെ കോഴ്സസ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ കോഴ്സസും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത വെബ്സൈറ്റാണ് കോഡ് അക്കാഡമി. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻറ്ററാക്റ്റീവ് കോഡിംഗ് ലെസൺസ് ആണ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള പൈത്തോൺ, അല്ലാന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, HTML, CSS ഇങ്ങനെയൊക്കെയുള്ള കോഡിംഗ് ലെസൺസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള കോഴ്സസും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. അടുത്തൊരു വെബ്സൈറ്റാണ് പ്ലൂറൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ, പിന്നെ അതുപോലെ IT ഓപ്പറേഷൻസ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, ഇതൊക്കെയാണ് ഇവർ മെയിനായിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്സ് വരുന്നത്. അടുത്തൊരു വെബ്സൈറ്റാണ് ഗാൻ അക്കാഡമി. ഗാൻ അക്കാഡമി ഫ്രീ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സിൻ്റെയും സയൻസിൻ്റെയും എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ അതുപോലെ ടെസ്റ്റ് പ്രിപ്പറേഷനൊക്കെയുള്ള കോഴ്സസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് എല്ലാ ഏജിലുള്ള സ്റ്റുഡൻസിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഫൈനലായിട്ട് നമുക്ക് NIIT ആണ് വരുന്നത്. NIIT ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഇന്ത്യക്കകത്തുള്ളത്. ഇത് ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് IT-യുടെ, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡുകളിലുള്ള കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇവർക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ലേണിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ളതും എല്ലാം ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനും ലേണിംഗ് പ്രിഫറൻസസിനൊക്കെ അനുസരിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും കോഴ്സസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നോക്കുക. അതുപോലെ കോഴ്സിൻ്റെ പ്രിവ്യൂസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കുക. അതൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ ഈ ഒരു കോഴ്സിൽ കവേർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കുറേ നല്ല പ്ലാറ്റ്ഫോംസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.